ആരാധനാലയങ്ങളിൽ ഷർട്ടൂരി പ്രവേശിക്കണമെന്ന നിബന്ധനയിൽ കാലാനുസൃതമായി മാറ്റം വരണമെന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായം ചർച്ചയാകുന്നു. ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങളും ഇക്കാര്യം വെച്ചു പുലർത്തുന്നുണ്ടെന്നും അത് തിരുത്തിയേ മതിയാക്കൂ എന്നുമാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് ഊരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. അഭിപ്രായത്തെ മുഖ്യമന്ത്രി പിന്തുണച്ചിട്ടുണ്ട്. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളിലെല്ലാം ആദ്യം മാറ്റം വരണമെന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതെന്നും മറ്റ് ആരാധനാലയങ്ങളിൽ കൂടി ആ മാതൃക പിന്തുടരാൻ ഇടയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രാധാന്യമുള്ള ഇനം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേർന്നു. സജിത്ത്, നേരത്തെ തന്നെ ഒരു 5-6 വർഷം മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ SNDP-യുടെ ക്ഷേത്രങ്ങളിൽ ഈ ആചാരം ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തതാണ്. കണിച്ചുകുളങ്ങരയിലൊക്കെ ആ തരത്തിലാണ് ഇത് നടപ്പാക്കി പോരുകയും ചെയ്യുന്നത്. അത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണോ സ്വാമി സച്ചിദാനന്ദ? മുഖ്യമന്ത്രി കൂടി ഈ വിഷയം പറയുന്നതോടുകൂടി അത് ഒരുപക്ഷെ ഒരു ചർച്ചയിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അപർണ, തീർച്ചയായും ഇതിന് മറ്റൊരു കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി ഈ വേദിയിൽ, ശിവഗിരിയിലെ ഈ വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ മറ്റൊരു നീക്കവും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും സനാതനധർമ്മത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു എന്ന വാദം മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചതാണ്. അത് വലിയ തരത്തിലുള്ള ചർച്ചകൾ കിടപിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പരാമർശം കൂടി വരുന്നത്. ഇത് ശിവഗിരി സ്വാമിമാരിൽ നിന്ന് തന്നെ ഇത്തരമൊരു നിലപാടുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി അത് പിന്താങ്ങുന്നു എന്നത് പുതിയൊരു പശ്ചാത്തലം കൂടി ഒരുക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുന്നത് സനാതനധർമ്മത്തെയാണ്, ഹിന്ദു ആചാര രീതികളെയാണ്. അത് ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് എന്താ അധികാരം എന്ന ചോദ്യം BJP ഇന്നലെ തന്നെ ഉയർത്തിയിരുന്നു. അത് ഹിന്ദു സംഘടനകളൊക്കെ ആ തരത്തിലത് വലിയ വിവാദമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പൊതുവിൽ ക്ഷേത്ര രീതികളെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു എന്ന തരത്തിലേക്ക് അതിൻ്റെ വ്യാഖ്യാനം ഒരുപക്ഷെ മാറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊന്നാണ് അപർണ സൂചിപ്പിച്ചതുപോലെ ഈ ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദു ആചാര രീതികൾക്കപ്പുറം ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് അനുസൃതമായി തുടർന്നു വരുന്ന ചില രീതികളുണ്ട്. അത് പൊതുവിലുള്ള ഹിന്ദു ക്ഷേത്ര രീതികളുമായി ബന്ധപ്പെട്ട് അതിനെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന രീതി തെറ്റ് എന്ന വാദം നേരത്തെ തന്നെ ഉയർന്നതാണ്. അവിടെയാണ് ഈ ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ഊരി പ്രവേശിക്കണം എന്ന വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഉയർന്ന, അദ്ദേഹത്തിൻ്റെ ധർമ്മം പിന്തുടരുന്ന, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ പരമ്പരാഗതമായ ഹിന്ദു ആചാര രീതികളുമായി ബന്ധപ്പെട്ട് ഇതിനെ കോർത്തിണക്കപ്പെടുന്നത് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ് എന്ന തരത്തിലേക്കും കൂടി ഈ പ്രചരണം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ആ കോണ്ടെക്സ്റ്റിൽ കൂടി ഇത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി ഇന്നലെ
ഈ ഹിന്ദു ആചാര രീതികളെ, ക്ഷേത്ര ആചാര രീതികളെ വെല്ലുവിളിച്ചു എന്ന വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. ഈ ശ്രീനാരായണ ഗുരു ശിഷ്യർ അല്ലെങ്കിൽ സന്യാസിമാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം, ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ആ രീതി വേണ്ട, മറ്റിടങ്ങളിലും അത് മാതൃകയാക്കണം എന്ന വാദം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കൂടി ഇത് ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ ശ്രീനാരായണ ആ സമ്മേളനത്തിൽ സ്വാമിമാർ തന്നെ മുന്നോട്ട് ഈ വാദം വെച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചത് എന്നത് പശ്ചാത്തലമാണ് മറ്റൊരു പ്രസക്തി ഉണ്ടാക്കുന്ന സാഹചര്യം.